മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വെൽക്കംസ് ടു എവറിത്തിങ് ഹാപ്പിനെസ് ചാനൽ. സുഹൃത്തുക്കളെ, തീക്കളമായി പശ്ചിമേഷ്യ മാറുകയാണ്. ഇറാൻ US ഇസ്രയേൽ വാർ എങ്ങനെയാണ് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ഇത് മാറുമോ എന്ന് ലോകരാജ്യങ്ങളും എല്ലാം ഭയപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ ഇസ്ലാമിക ബോംബ്, അതായത് ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്ക വരെ എത്തും. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിൽ ആണവ പോർമുന പിടിപ്പിച്ച് അമേരിക്കയെ തന്നെ ആക്രമിക്കും, ഇസ്രയേലിനെ ആക്രമിക്കും. അത് ലോകരാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയാണ്. അതിനാൽ ഒരു കാരണവശാലും ആയത്തുള്ള അലി ഖുമൈനിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ ഒരു വിധത്തിലും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുവാൻ അനുവദിക്കില്ല. ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നതിന് ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനാലാണ് യുദ്ധം നടത്തുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. യാഥാസ്ഥിതിക പക്ഷത്ത് ഇറാനെ ഉറപ്പിച്ചു നിർത്തിയ നേതാവാണ് ആയത്തുള്ള അലി ഖുമൈനി. പാശ്ചാത്യ വിരുദ്ധതയുടെ പടനായകനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഷിയ മുസ്ലിം വിഭാഗത്തിൻ്റെ ആരാധ്യനായ നേതാവാണ് അദ്ദേഹം. ആയത്തുള്ള അലി ഖുമൈനി ഷാ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട്, ഷാ ഗവൺമെൻറ്റിൻ്റെ പാശ്ചാത്യ സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഷാ ഗവൺമെൻറ്റിൻ്റെ ഭരണവിരുദ്ധതയെ മുതലെടുത്തുകൊണ്ടാണ് 1979 വിപ്ലവത്തിൽ ആയത്തുള്ള അലി ഖുമൈനി അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന് 4 പതിറ്റാണ്ടോളം അദ്ദേഹം ഇറാനെ നയിച്ചു. ഇസ്ലാമിക തത്വസംഹിതയിൽ വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിക റൂൾ നടപ്പിലാക്കി. പക്ഷേ ആയത്തുള്ള അലി ഖുമൈനി നടപ്പിലാക്കിയ ഇസ്ലാമിക റൂൾ സ്ത്രീ സമത്വത്തിനും ലിംഗസമത്വത്തിനും എതിരായിട്ടായിരുന്നു. സ്ത്രീ ജനങ്ങളെ അടിമകളും മൃഗങ്ങളുമായി കണക്കാക്കാനുള്ള ഫത്വകളും വിദ്യാഭ്യാസത്തിന് എതിരായിട്ടും സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടും സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിനുള്ള ഉപകരണങ്ങളായി മാറ്റിക്കൊണ്ട് അസമത്വത്തിൻ്റെ ഒരു വികാരം അദ്ദേഹത്തിൻ്റെ ഭരണകാലങ്ങളിൽ പ്രകടമായി. ഇങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തിൽ, ഒരു മത അടിസ്ഥാന സംവിധാനത്തിൽ ജനങ്ങൾ പാപ്പരാകുകയും അമേരിക്കയുടെയും മറ്റുള്ള സാമ്പത്തിക പുരോഗതി മൂലം കൂടുതൽ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് പോവുകയും രാജ്യത്തിൻ്റെ സമ്പത്തൊക്കെ അത്യാധുനിക മിസൈലുകളും ആയുധങ്ങളും മേടിച്ചു കൂട്ടുന്നതിൽ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തതോടുകൂടി ജനരോഷം കരസ്ഥലാകുകയും, ജനരോഷം മൂലം 1926 ജനുവരിയിലെ ജനരോഷം മുതലെടുക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും തീരുമാനിച്ചു. ആയത്തുള്ള അലി ഖുമൈനി പറയുന്നത് അമേരിക്കനെ നശിപ്പിക്കും, അമേരിക്ക സാത്താൻ നമ്പർ 1, സാത്താൻ നമ്പർ 2, റഷ്യ ഇസ്രയേലിനെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കും എന്നൊക്കെ പറഞ്ഞ് യുറേനിയം സമ്പുഷ്ടീകരണത്തോടെ ന്യൂക്ലിയർ ബോംബ് കരസ്ഥമാക്കാനുള്ള തീരുമാനം വെസ്റ്റേൺ ശക്തികളെ വിളറി പിടിപ്പിച്ചു. അപ്പോൾ ഇത് തന്നെ അവസരമെന്ന് കരുതി ട്രംപ് തീക്കളിയുമായി യുദ്ധത്തിനിറങ്ങി. മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ UAE, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, അതേപോലെ തന്നെ ഇറാഖ്, കുവൈത്ത്, ബഹ്റിൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം സമാധാനത്തിൽ ഊന്നി ഇസ്ലാമിക രാഷ്ട്രമാണ്, എങ്ങനെയെങ്കിലും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി സമാധാന സന്ധികളിലൊക്കെ അവർ ഏർപ്പെടാൻ നോക്കി. പക്ഷേങ്കിൽ ട്രംപ് ഇസ്രയേൽ സമ്മതിക്കില്ല. ഇസ്രയേലിനറിയാം, ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ് ഇറാൻ അവിടെ നിൽക്കുന്നത്. ഇറാൻ പരോക്ഷമായിട്ട് ഹൂതികൾക്കും ഹമാസിനും അതേപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കുമൊക്കെ ആയുധവും പണവും കൊടുത്ത് ഇസ്രയേലികളെ കൊലപ്പെടുത്തുന്നു, ഇസ്രയേലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഇസ്രയേൽ രാഷ്ട്രത്തിനെതിരായിട്ട് പടപൊരുതുന്നു. അങ്ങനെ ഇപ്പോൾ നടക്കുന്ന യുദ്ധം
ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതപരമായ ഒരു വ്യത്യസ്ത ചേരിയുടെ ഒരു ആക്രമണമാനായി നമുക്ക് കാണാൻ പറ്റും. ഒരു വശത്ത് യൂതന്മാരും ഒരു വശത്ത് അമേരിക്കയും ഇസ്രയേലും അമേരിക്കയും, അതോടൊപ്പം തന്നെ എതിർവശത്ത് ഷിയ ഭരണകൂടം ഇസ്ലാമിക ഭരണകൂടവുമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ കാണുന്നത്. ഇതിലെ സംഭവവികാസങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ള രാജ്യങ്ങൾ സൗദി അറേബ്യ, UAE, ഒമാൻ, മസ്കറ്റ്, ഇതൊക്കെ ബഹ്റൈൻ, ഇവരെല്ലാം സുന്നി വർഗ്ഗക്കാരാണ്. ഈ ഷിയ മുസ്ലിമുകളുടെ ആത്മീയ നേതാവും ഷിയായുടെ പരമോന്നത നേതാവായിട്ടാണ് ആയത്തുല്ല അലി ഖൊമേനിയെ കരുതപ്പെടുന്നത്. അപ്പോൾ ഷിയ മേൽക്കോയ്മ നേടുമോ എന്നുള്ള ഭയത്താലാണ് അവർ. അത് തന്നെയല്ല, ന്യൂക്ലിയർ ബോംബൊക്കെ ഇറാൻ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അത് ഏത് സമയവും UAEയുടെ മുകളിലോ ദുബായിലോ ഖത്തറിലോ സൗദി അറേബ്യയിലോ ഒക്കെ പതിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഉറപ്പുമില്ല. അതിനാൽ അവർ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമായ അമേരിക്കയുടെ പണം നൽകിക്കൊണ്ട് അമേരിക്കൻ ബേസുകളെല്ലാം അവരുടെ രാജ്യത്ത് കൊടുത്തു. ഇപ്പോൾ അമേരിക്കയിൽ നേരിട്ട് ആക്രമിക്കാൻ പറ്റിയ ശക്തിയൊന്നും ഇറാൻ ഇല്ലാത്തതുകൊണ്ട് ഇറാൻ ഇപ്പോൾ പ്രോക്സി വാറായിട്ട് ഈ രാജ്യങ്ങളെ ആക്രമിക്കുകയാണ്. അതായത് അമേരിക്കൻ ബേസ് ആക്രമിക്കപ്പെടുന്നു, അമേരിക്കൻ മിലിറ്ററി ബേസുകൾ, നേവൽ ബേസുകൾ ആക്രമിക്കപ്പെടുന്നു. അമേരിക്കനെ ആക്രമിക്കുന്നതിന് തുല്യമായിട്ടാണ്. പക്ഷേ അത് ബാധിക്കുന്നത് ഈ മിഡിൽ ഈസ്റ്റ്, പശ്ചിമേഷ്യ, വെസ്റ്റേൺ ഏഷ്യ രാജ്യങ്ങളെയാണ്. അപ്പോൾ ഈ ഒരു ലോക അസമത്വത്തിന്, ഈ ലോക അസമാധാനത്തിന് ഈ യുദ്ധമല്ല വേണ്ടത്, ലോകത്തിന് വേണ്ടത് സമാധാനമാണ്. ഇതൊക്കെ നടത്തേണ്ടതായ UN തന്നെ ഇപ്പോൾ കാര്യമായ പ്രവർത്തനമൊന്നുമില്ലാതെ ഒരു നോക്കുകുത്തിയായി മാറി. അമേരിക്കയിൽ പ്രസിഡൻറ്റ് റൂൾസ് നടപ്പിലാക്കുന്നു. അമേരിക്കയിൽ തന്നെ എല്ലാവരും യുദ്ധത്തിന് അനുകൂലമൊന്നുമല്ല, റിപ്പബ്ലിക്കനും അതെ, ഡെമോക്രാറ്റും അതെ. പക്ഷേ അമേരിക്കയിൽ പറയുന്നത് ഇത് എപ്സ്റ്റീൻ ഫയലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു തന്ത്രമാണെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ അതും ആകാം. അതേപോലെ നെക്സ്റ്റ് ഇലക്ഷൻ വരുന്നു നെതന്യാഹുവിന് ഇസ്രായേലിൽ. അപ്പോൾ അഴിമതിക്കുറ്റത്തിനുള്ള വിചാരണയും നെക്സ്റ്റ് ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത് തന്നെ അവസരമെന്നും കരുതി ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ഇപ്പോൾ അമേരിക്ക ഈ യുദ്ധത്തിൽ എടുത്തു ചാടിയിട്ടുള്ളത്. എങ്ങനെയാണെങ്കിലും ഇതിൽ നിന്നൊരു കാര്യം നമ്മളിപ്പോൾ നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് മൊസാദ് ചാരസംഘടനയും ഇസ്രയേലുമാണ്. ഇസ്രയേൽ അമേരിക്കനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കയിൽ റിപ്പബ്ലിക്കനാകട്ടെ ഡെമോക്രാറ്റാകട്ടെ ആരാണെങ്കിലും ഇസ്രയേലിൻ്റെ കൂടെയാണ്. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ നെടുന്തൂണുകളും അമേരിക്കൻ വ്യവസായത്തിൻ്റെ നെടുന്തൂണുകളെല്ലാം യഹൂദന്മാർ, ഇസ്രയേലികളാണ്. അപ്പോൾ ഈ മുതലാളിത്ത രാജ്യമായ അമേരിക്കയിൽ ട്രംപ് തന്നെ വലിയൊരു ബിസിനസ്മാനാണ്. ട്രംപിന് ബിസിനസ്സാണ് മെയിൻ. ഈ ട്രംപ് ഇതേപോലെ 7 യുദ്ധം വെട്ടി, ഒരു വർഷത്തിനുള്ളിൽ 7 യുദ്ധം വെട്ടിയ ട്രംപ് തന്നെയാണ് ലോകസമാധാനത്തിന് വേണ്ടി ലോകസമാധാനത്തിനുള്ള നോബൽ പ്രൈസ് വേണമെന്നും പറഞ്ഞ് ട്രംപ് നടക്കുന്നത്. എങ്ങനെയാണെങ്കിലും അമേരിക്ക ഫസ്റ്റ് എന്നുള്ള ട്രംപിൻ്റെ പോളിസിയാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിപ്ലവത്തിൽ ഈ ഒരു റിജീം ചേഞ്ചാണ് തൻ്റെ ഉദ്ദേശമെന്ന് ട്രംപ്, അമേരിക്കൻ പ്രസിഡൻറ്റ്, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഗവൺമെൻറ്റിനെ മാറ്റിക്കൊണ്ട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും താല്പര്യമുള്ള ഒരു ഗവൺമെൻറ് ഇറാനിലുണ്ടാകണം. അത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്ക് ആവശ്യമാണ്. അതിലാണ് യുദ്ധം എന്നും പറഞ്ഞ് ആണ് ഇപ്പോൾ ഈ തീക്കളമായിക്കൊണ്ട് പശ്ചിമേഷ്യയിലെ ഈ ഇറാൻ, ഇസ്രായേൽ, അമേരിക്കൻ യുദ്ധം നടക്കുന്നത്. പക്ഷേ ഗൾഫിനെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലും 1000 ഡ്രോണുകളുമാണ് എല്ലാ രാജ്യങ്ങളുടെയും UAE, ബഹ്റൈൻ, ഇസ്രായേൽ, സൗദി അറേബ്യ, ഒമാൻ, ഇറാഖ്, കുവൈത്ത്, ഖത്തർ, സൈപ്രസ്, സിറിയ, ജോർദാൻ മുതലായ രാജ്യങ്ങളുടെ എല്ലാം തലസ്ഥാനങ്ങളിലും നഗരങ്ങളിലുമൊക്കെ ഇറാൻ കണ്ണുമടച്ച് ആക്രമിക്കുന്നത്. ലോകം ഞെട്ടിയിരിക്കുകയാണ്. യുദ്ധം എന്ന് തീരുമെന്നുള്ളതൊന്നും ഇപ്പോൾ ആർക്കും അറിയത്തില്ല. ഈ യുദ്ധത്തിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് മില്യൺസ് ഓഫ് ആൾക്കാരാണ്. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ
30% എണ്ണ വരുന്നത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കൂടെ. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇറാൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കൂടെ ഏത് കപ്പൽ പോയാലും ആക്രമിക്കും, എക്സെപ്റ്റ് റഷ്യനെയും ചൈനയെയും ഒഴിവാക്കിക്കൊണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. അപ്പോൾ ഇത് വ്യാവസായിക ലോകത്തിൽ ഒരുപാട് ക്ഷീണം സംഭവിക്കും. അത് മറ്റുള്ള രാജ്യങ്ങളുടെ എക്കോണമിയെ തകർക്കും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇറാനും മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള, പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യവസായം, മറ്റുള്ള കയറ്റുമതി, കച്ചവട സാധ്യതകൾ. അപ്പോൾ ഈ ഒരു യുദ്ധത്തിലൂടെ എല്ലാവർക്കും നഷ്ടം തന്നെയാണ് ഉണ്ടാകുക, പ്രത്യേകിച്ച് ഇറാനും മറ്റുള്ള രാജ്യങ്ങൾക്കും എല്ലാം തന്നെ. ഭീമമായ യുദ്ധച്ചെലവ് അമേരിക്കയ്ക്കുമുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ UAE, സൗദി അറേബ്യ, കുവൈത്ത്, ഇറാഖ്, സിറിയ തുടങ്ങിയ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ എല്ലാം എക്കോണമി തകർച്ചയിലാവും. ടൂറിസവും ഓയിൽ എക്സ്പോർട്ടും ഖത്തറിൻ്റെയൊക്കെ ഗ്യാസ്, ലോകത്ത് തന്നെ എല്ലാ ഈ വക പ്രകൃതി വാതക ഉൽപ്പന്നങ്ങൾക്കും എണ്ണയ്ക്കും പെട്രോളിനും എല്ലാം വില കൂടുന്നതോടുകൂടി ലോക സാമ്പത്തിക സ്ഥിതി തന്നെ തകിടം മറിയും. എല്ലാ രാജ്യങ്ങളും തന്നെ വളരെ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങും. അതിനാൽ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ യുദ്ധം എന്നവസാനിക്കും, ലക്ഷ്യം കാണാതെ പിന്മാറില്ല, റെജിം ചേഞ്ച് ഉണ്ടാകാതെ പിന്മാറില്ല എന്നാണ് അമേരിക്കയും ഇസ്രയേലും പറയുന്നത്. സുഹൃത്തുക്കളെ, എന്തായാലും ഈ 21-ാം നൂറ്റാണ്ട് ലോകത്തിൻ്റെ സമാധാനത്തിന് വിഘാതമായിക്കൊണ്ട് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. മതം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ നാശത്തിന് വേണ്ടിയല്ല. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം. Thank you very much. I am Captain Grandmaster Shaji Matthew. Like, comment and share. Thank you. Out.